കേരള നിയമസഭയിൽ ചരിത്രപരമായ ഒരു സുപ്രധാന തീരുമാനം കൂടി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 16ാം നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സഭയിൽ നടന്ന വാശിയേറിയ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 99 വോട്ടുകൾ നേടിയാണ് ഷാനിമോൾ ഉസ്മാൻ ഉജ്ജ്വല വിജയം കൈവരിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെയും പാർലമെന്ററി പ്രാതിനിധ്യത്തിന്റെയും പുതിയൊരു സുവർണ അധ്യായം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പോടെ കുറിക്കപ്പെടുന്നത്. കേവലം ഒരു പദവി എന്നതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം ഈ വിജയത്തിനുണ്ട്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിൽ വനിതകൾക്ക് ഉന്നത പദവികൾ ലഭിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കാവുന്ന ഒന്നല്ല എന്ന് ഈ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. നീണ്ട 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കേരള നിയമസഭയിൽ എത്തുന്നതെന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. ദീർഘകാലമായി പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന ഈ പീഠത്തിലേക്ക് ഒരു വനിതാ നേതാവ് എത്തുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുതിയൊരു കരുത്തായി മാറും. നിയമസഭയുടെ ചരിത്ര താളുകളിൽ സ്വന്തം പേര് ചേർത്തു വെച്ചാണ് ഷാനിമോൾ ഉസ്മാൻ എന്ന ഈ പദവിയിലേക്ക് നടന്നു കയറിയത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഇതിനു മുൻപ് ഈ പദവി അലങ്കരിച്ച പ്രമുഖരായ വനിതാ നേതാക്കളുടെ നിരയിലേക്കാണ് സഭയിലെ തന്റെ ദീർഘനാളത്തെ പ്രവർത്തന പരിചയവുമായി ഷാനിമോൾ ഉസ്മാനും കടന്നു വരുന്നത്. പൊതുരംഗത്തും രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സഭയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിനും വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് പുതിയൊരു ദിശാബോധം നൽകും. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഭയിലെ വനിതാ അംഗങ്ങൾ ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ സഭയുടെ നിയന്ത്രണം കൈയാളാൻ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു തുടക്കമാകും. 16ാം നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പ്രമുഖരായ 2 നേതാക്കൾ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നേർക്കുനേർ പോരാടിയപ്പോൾ വോട്ടെടുപ്പ് നടപടികൾ ഏറെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയത്. UDF മുന്നണിയുടെ പ്രതിനിധിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും LDF മുന്നണിക്കിൽ നിന്ന് CPIയിലെ മുഹമ്മദ് മോഹിസും തമ്മിലായിരുന്നു പ്രധാന മത്സരം നടന്നത്. മികച്ച പാർലമെന്ററി പരിചയമുള്ള ഇരു നേതാക്കളും നേർക്കുനേർ വന്നതോടെ ഓരോ വോട്ടും നിർണായകരമായി മാറി. സഭാ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചതായി സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷത്തിന് ആവശ്യമായതിനേക്കാൾ വ്യക്തമായ പിന്തുണ ഉറപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സഭയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞതോടെ ഷാനിമോൾ ഉസ്മാൻ അഭിമാനകരമായ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഭരണപ്രതിപക്ഷ വോട്ട് നിലകളിൽ ഉണ്ടായ കൃത്യമായ ഏകോപനമാണ് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. സ്വന്തം മുന്നണിയിലെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞതിനൊപ്പം മറ്റു ചില സഭാംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് കഴിഞ്ഞു എന്നാണ് വോട്ട് നില വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മോഹിസും മികച്ച പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായതോടെ സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വന്നതിന് പിന്നാലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വലിയ സ്വീകരണമാണ് സഭയിൽ അവർക്ക് ലഭിച്ചത്. പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഔദ്യോഗികമായി ഡയസിലേക്ക് ആനയിച്ചു. സഭയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. നിയമനിർമ്മാണ സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയമായ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ സഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. സഭയിൽ വരും ദിവസങ്ങളിലെ ചർച്ചകൾ നിയന്ത്രിക്കുന്നതിലും ജനാധിപത്യപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും പുതിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ തീരുമാനങ്ങൾ നിർണായകരമാകും. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ദീർഘകാല രാഷ്ട്രീയ പരിചയം സഹായകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സഭയുടെ നിയന്ത്രണാധികാരമുള്ള ഒരു പ്രധാന പദവിയിലേക്ക് ഒരു വനിതാ നേതാവ് കടന്നു വരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായമായി നിലനിൽക്കും. 90 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയും ഷാനിമോൾ ഉസ്മാന്റെ ഈ വരവ് വരും തലമുറയിലെ വനിതാ നേതാക്കൾക്ക് വലിയൊരു പ്രചോദനമാകുമെന്നതിൽ തർക്കമില്ല.